ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ നിങ്ങൾ ചെറിയൊരു പ്രമോയൊക്കെ കണ്ടു കാണും. അങ്ങനെ സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പോവുകയാണ്. മുഴുവൻ സത്യങ്ങളൊന്നും അല്ല തിരിച്ചറിയുന്നത്. നമ്മുടെ നയനയും ദേവയാനിയും തമ്മിലുള്ള ബന്ധം, അവര് സ്നേഹത്തിലാണെന്നും അവർക്കിടയിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും നമ്മുടെ ദേവയാനിക്ക് കരൾ കൊടുത്തത് വേറെ ആരുമല്ല നയനയാണ് എന്നുള്ള സത്യമാണ് തിരിച്ചറിയാൻ പോകുന്നത്. ഏതായാലും ഭഗവാനായിട്ട് തന്നെ ആ ഒരു സത്യം വെളിച്ചത്ത് കൊണ്ടുവരികയാണ്. അപ്പം അതാണ് കേട്ടോ നാളത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നാളെ ഏകദേശം അങ്ങോട്ടേക്കൊക്കെ അടുക്കുകയുള്ളൂ. ഇനിയിപ്പം നാളത്തെ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ സത്യങ്ങളുടെ ഫുൾ ചുരുളഴിയുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് കടക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ നയനയോടും ദേവയാനിയോടും നവ്യ ഇടപെടുന്നത് അത്രയ്ക്ക് ശരിയായ രീതിയിലൊന്നും അല്ല. നമ്മുടെ അഭിഭീഷണിയുടെ സ്വരത്തില് ആദർശിനോട് എങ്ങനെ പെരുമാറിയോ അതുപോലെ തന്നെയാണ് ഇപ്പൊ നവ്യ നയനയോടും ദേവയാനിയോടും പെരുമാറുന്നത്. മാത്രമല്ല ഇവര് തമ്മിലുള്ള ഈ ബന്ധം എല്ലാവരും കാണക്കയും മറച്ചുകൊണ്ട് മാത്രമല്ല കേട്ടോ. ദേവയാനി അറിയാതെ നയനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചും സപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ ഒരു സംസാരം നീണ്ടുപോകുന്നു. അപ്പൊ എന്താണ്, സ്വാഭാവികമായിട്ടും എല്ലാവർക്കും മനസ്സിലായി തുടങ്ങും. അപ്പൊ അങ്ങനെയാണ് ദേവയാനിക്കല്ല, ജലജയ്ക്കും ജാനകിക്കും അനാമികയ്ക്കും ഒക്കെ ചെറിയ രീതിയിലുള്ളൊരു സംശയം തോന്നിയത്. അങ്ങനെ നാളെ ഇവർ അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പം ദേവയാനി അമ്പലത്തിൽ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നയന പറഞ്ഞു, അമ്മേ ഞാനും അമ്പലത്തിലേക്ക് വരുന്നുണ്ട്, ദൈവത്തിന്റെ മുമ്പിൽ മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കണം. ഏതായാലും കുഞ്ഞിനെയും കൊണ്ട് പോകണ്ട, നമുക്ക് ചന്തുമോളെ മുത്തശ്ശിനെ ഏൽപ്പിച്ചിട്ട് പോകാന്ന് പറഞ്ഞപ്പോ മോളെ നീ എൻ്റെ ഒപ്പം വരാൻ നിൽക്കണ്ട, നീ ഒരു കാര്യം ചെയ്യുമെന്നെങ്കിൽ നീ ആദ്യം പോ, അല്ലെങ്കിൽ ഞാൻ ആദ്യം പോകാന്ന് പറഞ്ഞപ്പം അമ്മ ആദ്യം പോക്കോ, ഞാൻ പുറകെ വേറെ എന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങിക്കോളാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവരേതായാലും അമ്പലത്തിലേക്ക് പോയി കേട്ടോ. അമ്പലത്തിലേക്ക് ആദ്യം ദേവയാനി പോയി, പിന്നെ നമ്മുടെ നയന പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ജലജ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ജലജ നേരെ ചെന്ന് അനാമികയോട് പറഞ്ഞു, മോളെ രണ്ടെണ്ണം കൂടെ എങ്ങോട്ടേക്കേ പോയിട്ടുണ്ട്. ഒരെണ്ണം ആദ്യം ഇറങ്ങി, രണ്ടാമത്തത് പിന്നെ ഇറങ്ങി. ഇവർ രണ്ടും ഒരു സ്ഥലത്തേക്കാണോ പോയിരിക്കുന്നതെന്ന് എനിക്ക് വല്ലാത്ത സംശയം ഉണ്ടെന്ന്. അപ്പോഴത്തേക്കുമാണ് അനാമിക പറഞ്ഞത്, അങ്ങനെയാണോ, എങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു സംശയം ഇന്ന് ഉറപ്പിക്കണമല്ലോ. ആ ഒരു സംശയം എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. അവർ തമ്മിൽ അങ്ങനെ ഒരു സ്നേഹബന്ധം ഉണ്ടെങ്കിൽ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, അവരുടെ പിറകെ പോകാന്ന്. അപ്പം ജാനകി പറയുന്നുണ്ട്, അല്ല അവരൊരിടത്തേക്ക് ആയിരിക്കുമോ പോയിട്ടുള്ളത്, എനിക്കുറപ്പില്ല എന്ന് പറയുമ്പോഴത്തേക്കും അനാമിക പറയുന്നുണ്ട്, എനിക്കുറപ്പുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളറിയാതെ അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമ്മളറിയാതെ അവർക്കിടയിൽ എന്തൊക്കെയോ ഒരു ചെറിയ കള്ളക്കളിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ അന്ന് ആ ഒരു ഫംഗ്ഷനിൽ അവാർഡ് ദാനൽ ചടങ്ങില് നയനിയെ നിർബന്ധിച്ച് ഒരിക്കലും വല്യമ്മ വിടില്ല. അത് ഉറപ്പായ കാര്യമാണ്. നമുക്കാർക്കും ഇഷ്ടമല്ലല്ലോ നയനിക്ക് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ. നമുക്കൊരു സന്തോഷം ഇല്ലായിരുന്നു. ഇനിയിപ്പം വല്യമ്മ അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലും എന്തോ ഉണ്ട്. അല്ലാതെ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. ഇത് നമ്മളെ പൊട്ടന്മാരാക്കുന്നത് തന്നെയാ. ഇത് കണ്ടുപിടിക്കാതെ എനിക്കിനി ഉറക്കമില്ലെന്ന് തന്നെയാണ് നമ്മുടെ അനാമിക പറയുന്നത്. ഏതായാലും ജലജയും അനാമികയും ഇറങ്ങിത്തിരിക്കണം. അപ്പം ജാനകി ഇവരുടെ കൂടെ പോകുന്നില്ല കേട്ടോ. അങ്ങനെ ഇവരുടെ പുറകെ ജലജയും അനാമികയും ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പം ദേവയാനി അമ്പലത്തിൽ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് പോയത്. അപ്പൊ ഇവർക്കറിയാലോ അമ്പലത്തിലേക്കായിരിക്കും രണ്ടുപേരും കൂടി പോകുന്നതെന്ന് ഇവർക്കറിയാം. അപ്പൊ ഇവര് പുറകെ ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ ഇവർ അമ്പലത്തിൽ ഒരുമിച്ച് ചെല്ലുന്നു. ഒരുമിച്ച് ചെന്ന് ദൈവത്തെ തൊഴുത് ഒക്കെ തുടങ്ങുമ്പോഴത്തേക്കുമാണ് അവിടെ നമ്മുടെ കനക വരുന്നത്. അങ്ങനെ കനക വരുമ്പോഴത്തേക്കും നയനയെ കണ്ടിട്ട് ഓടി വന്ന് സംസാരിക്കുകയാണ്. മോളെ എന്താ മോളെ, ഞാൻ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയുന്നുണ്ട്. എന്തിനാ മോളെ നീ ചന്തു എന്ന് പറയുന്ന ആ പെങ്കൊച്ചിനെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? നീ നിന്റെ ജീവിതം തന്നെ കളയുമല്ലേ? നീ ആർക്ക് വേണ്ടിയാ നിന്റെ ജീവിതം ഇങ്ങനെ ത്യാഗം ചെയ്യുന്നത്? ഒരിക്കലും ഈ അമ്മയ്ക്കും അച്ഛനും അത് സഹിക്കില്ല. ഗോവിന്ദേട്ടന് നിന്നെക്കുറിച്ച് ഓർത്തിട്ട് സമാധാനക്കേടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ അമ്പലത്തിൽ വന്നത് ഇതൊക്കെ പറയാനാണോ? അമ്മ പ്രാർത്ഥിക്കാനല്ലേ അമ്പലത്തിൽ വന്നത്? അതെ, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ അമ്പലത്തിൽ വന്നത്. പക്ഷെ അതെന്റെ മകൾക്ക് വേണ്ടിയാ, നിനക്ക് വേണ്ടിയാ ഞാൻ അമ്പലത്തിൽ വന്നത്. കണ്ട അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങുക ഞാൻ ഓരോ വഴിപാടുകളുമായിട്ട്, നിന്റെ ജീവിതം ഒന്ന് നേരെയാകാൻ. അതിന് എൻ്റെ ജീവിതത്തിന് എന്ത് പറ്റിയെന്നാ അമ്മ ഈ പറയുന്നത്?
അത് ആദർശേട്ടന്റെ കുഞ്ഞാണെങ്കിൽ ഞാൻ അതിനെ അംഗീകരിച്ചതിൽ എന്താണ് തെറ്റിയിരിക്കുന്നത്? ആദർശേട്ടന് അങ്ങനെ ഒരു തെറ്റ് പറ്റിയെങ്കിൽ ഞാൻ ആ തെറ്റ് തിരുത്തി കൊടുക്കുകയാണ് ചെയ്തത്. ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് വേണമെങ്കിൽ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? അറിയാമോ, ആ ചന്തുമോൾ എന്ന് പറയുന്ന നിഷ്കളങ്കയായ ആ കുട്ടിയുടെ ജീവിതം ഞാനായിട്ട് എന്തിനാണ് തകർക്കുന്നത്? പിന്നെ അനഘയുടെ കാര്യം അറിയാലോ, ജീവിതത്തിനോ മരണത്തിനോ ഇടയില ആ പെൺകുട്ടി ജീവിക്കുന്നത്. വാശിയും വൈരാഗ്യവും ഒക്കെ വെച്ച് നമുക്ക് ജീവിക്കാനാകും? ഇതുപോലെ ഒരു അവസ്ഥയിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഓർത്തു നോക്കിക്കേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ എന്തോ ഏതോ ആയിക്കോട്ടെ, എന്റെ വിവാഹത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു ബന്ധമല്ലേ, അത് ഞാനങ്ങ് സഹിച്ചു പോട്ടെ. അതിനെക്കുറിച്ച് ഇനി അമ്മ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. മാത്രമല്ല, നവ്യേച്ചി എന്തെങ്കിലും വിളിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കരുത്. നവ്യേച്ചിക്ക് ഒരു വിഷമമുണ്ട്. കാരണം നവ്യേച്ചിയുടെ കുഞ്ഞിന് കൊടുക്കേണ്ട സ്നേഹം പകുത്തു പോയല്ലോ എന്നൊരു ചെറിയ വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പം അവക്ക് നന്നായിട്ടുള്ള നല്ല വേദന തന്നെയുണ്ട്. അവക്കൊരു ഇതുണ്ടായിരുന്നു. അനന്തപത്മനാഭനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാവരും അവളുടെ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നു, നീ അവളുടെ കുഞ്ഞിനൊന്നും എടുക്കുന്നു പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞു ഞാൻ എടുക്കുന്നില്ലെന്ന്? അതിൻ്റെ അടുത്ത് ആ കുഞ്ഞിൻ്റെ അടുത്ത് പോയി സംസാരിക്കുകയും അതിനോട് വർത്താനം പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. ആ കുഞ്ഞ് കിടക്കുന്ന കുഞ്ഞാണ്. അവന് കളിക്കാറൊന്നും ആയിട്ടില്ല ഇപ്പം. അത് തന്നെ നവ്യേച്ചിയുടെ സാന്നിധ്യം തന്നെയല്ലേ വേണ്ടത്. അപ്പം ഞാൻ എന്തിനാണ് ഒത്തിരി നേരം ആ കുഞ്ഞിൻ്റെ അടുത്ത് പോയി സ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ ചന്തുമോളെ ആരെങ്കിലും ഉണ്ടോ? അവൾക്ക് അവിടെ ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന എൻ്റെ ചേച്ചി വരെ ശത്രുവാ. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അപ്പച്ചിയും അനാമികയും ഇളയമ്മയും ഒക്കെ അവളെ ഒരുപാട് വെറുക്കുന്നുണ്ട്. അതിനിടയിൽ എന്തിനാ വെറുതെ ആ കുഞ്ഞി മനസ്സ് വേദനിപ്പിക്കുന്നത്? ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതിന്. ഞാൻ അങ്ങനെ ഒരു അമ്മയായതിൽ ഒരിക്കലും അമ്മ വിഷമിക്കരുത് എന്നൊക്കെ പറയണം. അപ്പം കനകയ്ക്ക് ഇതൊക്കെ പറഞ്ഞിട്ടും തലയൊന്നും കയറുന്നില്ല കേട്ടോ. അപ്പം കനക നമ്മുടെ ദേവയാനിയോടും പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് ഒരു ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്കറിയാം, അവൾ ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ദേവയാനി പറയുക, കനകെ ഞാനൊരു ഉറപ്പ് തരാം, ഒരിക്കലും നയന ചതിക്കപ്പെട്ടിട്ടില്ല, ഒരിക്കലും നയന ചതിക്കപ്പെട്ടിട്ടില്ല. അവൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഞാൻ എൻ്റെ മരുമകളുടെ സ്ഥാനത്തല്ല, മകളുടെ സ്ഥാനത്താണ് കാണുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ മകളെ ഞാൻ ഒരു ചതിയുടെ കുഴിയിലേക്ക് തള്ളി വിടില്ല. കാരണം എനിക്ക് ജീവൻ പകുത്തു തന്ന എൻ്റെ മകളാണവള്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവളെ ഒരു ചതിയുടെ കുഴിയിലേക്ക് വിടില്ല, അത് മനസ്സിലാക്കണം. പിന്നെ ആദർശിനെ കുറ്റപ്പെടുത്തുന്ന നിങ്ങൾ ഇപ്പോൾ ഒന്നറിഞ്ഞാൽ മതി, ഒരു ദിവസം എല്ലാം സത്യങ്ങൾ നിങ്ങൾ അറിയും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് നമ്മുടെ ദേവയാനിയും പറയുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ ചന്തുമോളെ കാണിക്കുന്നുണ്ട്. ചന്തുമോളെ മുത്തശ്ശനും മുത്തശ്ശിയും കൊഞ്ചിക്കും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ നവ്യ കാണുന്നുണ്ട്. നവ്യക്ക് ഇതൊക്കെ കണ്ടിട്ട് കലിപ്പാണ് കേട്ടോ, കട്ട കലിപ്പിലാണ് നമ്മുടെ നവ്യ നിൽക്കുന്നത്. അങ്ങനെ അഭിയോട് പറയുന്നുണ്ട്, ഇവിടെ അനന്തപത്മനാഭനെ നോക്കാൻ ആർക്കും നേരമില്ല, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എൻ്റെ കുഞ്ഞിൻ്റെ തലയിലെടുത്ത് ഇതായി പോയി എന്നാ തോന്നുന്നത്. അപ്പൊ അഭിയാണെങ്കിൽ ഇവനെ കൊഞ്ചിക്കാൻ ഞാനുണ്ടല്ലോ, അച്ഛനായ ഞാനും അമ്മയായ നീയും ഉണ്ടല്ലോ. പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അല്ലെങ്കിലും നമ്മളെ രണ്ടാമതായിട്ട് ഇവിടെ ഉള്ളവർ കണ്ടിട്ടുള്ളൂ, എന്നും ആദർശനാണല്ലോ മുൻഗണന കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നവ്യയുടെ മനസ്സിൽ ഇങ്ങനെ നവ്യയുടെ രക്തം ഇങ്ങനെ ചൂട് കയറ്റി തിളപ്പിക്കണമെന്ന് ഉണ്ടുട്ടോ നമ്മുടെ അഭിയെ. എന്തായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാനകി അല്ലല്ലോ, ജലജയും അനാമികയും കൂടി നേരെ അമ്പലത്തിന്റെ ആ ഭാഗത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും അമ്പലത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരിക. നമ്മുടെ നയനയും ദേവയാനിയും ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ്. അപ്പൊ മിസ് ചെയ്ത് കളയരുതാരും. നാളെ രാവിലെ ഫുൾ വിശേഷമായിട്ട് വരാട്ടോ. അപ്പൊ ഇന്ന് എനിക്ക് ഫുൾ വിശേഷം ഇടാൻ പറ്റിയിരുന്നില്ല. ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു, തലവേദന ആയതുകൊണ്ട് രാവിലെ എണീക്കാൻ പോലും പറ്റാത്തൊരു തലവേദനയായിരുന്നു. പിന്നെ ഒരു ഉച്ചയൊക്കെ ആയിട്ടോ മരുന്നൊക്കെ കഴിച്ച് തലവേദന പോയപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഈ വീഡിയോയുടെ ഫ്രണ്ടിലും കൂടെ വന്നിരിക്കുമ്പം തലവേദന കൂടും. അപ്പം അതാണ് ഞാൻ രാവിലെ ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നത്. അപ്പം നാളെ മുതൽ നമ്മൾ രാവിലെ കറക്റ്റ് എന്നും 7:30ക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. പിന്നെ നിങ്ങളുണ്ടല്ലോ, ഒരു കാര്യം കൂടെ പറയണമെന്ന് മറന്നുപോയി. നമ്മുടെ ഈ ഒരു പറയുന്നതൊക്കെ ഇംഗ്ലീഷിലാണോ വരുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതല്ല, യൂട്യൂബ് അത് ഇംഗ്ലീഷിൽ ഡബ് ചെയ്യുന്നതാണ്. അപ്പം അത് ഞാൻ മാറ്റാനൊക്കെ മാക്സിമം നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അപ്ഡേഷൻ മാറ്റാനൊക്കെ ശ്രമിച്ചു. നമുക്കിത് മാറ്റിയിടാം. അപ്പം ഒന്നുകൂടെ ഞാൻ ഒന്ന് നോക്കട്ടെ. എന്നിട്ട് നമുക്ക് 1-2 ദിവസത്തിനുള്ളിൽ മാറ്റാം കേട്ടോ.
അപ്പൊ ടാറ്റ ബൈ ബൈ, ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.